ഫ്രാൻസിൽ രാജ്യവ്യാപകമായി തെരുവ് യുദ്ധം. റോഡ് ട്രെയിൻ ഗതാഗതം താറുമാറായി. ജനം തെരുവിലിറങ്ങിയത് യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG നിലനിർത്തിയതിന് പിന്നാലെ. 219 പേർക്ക് പരിക്കുണ്ട്. 18 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. രാവിലെ മുതൽ തന്നെ തെരുവ് യുദ്ധം രൂക്ഷമാണ്. പോലീസ് പലവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ജനത്തെ, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെ തടയാൻ സാധിക്കുന്നില്ല, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാരീസിൽ തുടങ്ങിയ തെരുവ് യുദ്ധം അത് രാജ്യത്തുടനീളം വ്യാപിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? നമുക്കറിയാം, ഫ്രാൻസ് എന്ന് പറയുന്നത് ഫുട്ബോൾ ആരാധകരുടെ ഒരു വലിയ രാജ്യമാണ്. അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. ഇപ്പോൾ ഈ PSG വിജയം ഈ ഒരു അക്രമത്തിലേക്ക് കലാശിക്കാൻ കാരണം എന്താണ്? രഞ്ജിത്ത്, ഇത് തന്നെയാണ് വലിയൊരു കലാപമാണ് ഫ്രാൻസ് നടക്കുന്നത്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട് ഏകദേശം 22,000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നതാണ്. അതിൽ 8,000 പോലീസ് ഉദ്യോഗസ്ഥരെ പാരീസിൽ മാത്രമായിട്ടും വിന്യസിച്ചിരുന്നു. പക്ഷേ ഇത് വലിയൊരു യുദ്ധക്കളത്തിലേക്ക് മാറി. ഓർക്കുക, പാരീസ് PSG മത്സരം ജയിച്ചതാണ്. അവർ കിരീടം നിലനിർത്തുകയും ചെയ്തു. 55 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കൊല്ലമാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം പാരീസ് സെന്റ് ജെർമൻ ആദ്യമായി ജയിക്കുന്നത്. അതിനുശേഷം ഇത് നിലനിർത്തിയ പശ്ചാത്തലത്തിൽ തെരുവ് യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയെന്ന് പറയേണ്ടി വരും. തെരുവിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇറങ്ങിയത്. പക്ഷേ ഫ്രാൻസിന്റെ ആഭ്യന്തരമന്ത്രിയായ ലോറൻ ന്യൂനസ് പറയുന്നത് ഇത് ഫുട്ബോൾ കളിക്കാരോ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരോ ഒന്നുമല്ല, ഇത് മറിച്ച് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതെന്ന് ഉൾപ്പെടെയുള്ള വാചകങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. 219 പേർക്കാണ് ഇതിനകത്ത് ആക്രമണം സംഭവിച്ചിരിക്കുന്നതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പറയുന്നു. 780 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 450-ലേറെ പേരെ കസ്റ്റഡിയിലുണ്ടെന്നുമാണ് ലോറൻ ന്യൂനസിന്റെ വാക്കുകൾ പ്രകാരം മനസ്സിലാവുന്നത്. പക്ഷേ ആർസണലുമായിട്ടായിരുന്നു കഴിഞ്ഞ മത്സരം സംഭവിച്ചത്. ആ മത്സരം ആദ്യം പിന്നിലായിരുന്നു PSG. ഹാവേർട്സ് ആദ്യ ഗോൾ നേടി മുന്നിട്ട് നിന്നു. പക്ഷേ ഡെംബെലെ രണ്ടാം പകുതിയിൽ PSG വേണ്ടിയിട്ട് സമനില ഗോൾ ഉണ്ടാക്കിയതിന് ശേഷം പെനൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് പോയത്. അതിനകത്താണ് 5-4 കാര്യങ്ങൾ നീങ്ങി PSG ജയിക്കുകയും ചെയ്തത്. ആ ജയിച്ചതിന് പിന്നാലെ തന്നെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു ആരാധകർ. ഇറങ്ങി ആഘോഷിക്കുകയായിരുന്നു എന്ന് വേണം തന്നെ പറയാൻ. ആ ആഘോഷത്തിനിടയിലാണ് ഇത്രയും വലിയ കലാപത്തിലേക്ക് ഫ്രാൻസ് നീങ്ങിയതെന്ന് പറയേണ്ടി വരണം. ചാമ്പ്യൻസ് ലീഗിലേക്ക് ആളുകൾ നീങ്ങി ആഘോഷിക്കാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ പടക്കങ്ങൾ ഉൾപ്പെടെ, ഫയർ ക്രാക്കേഴ്സ് ഉൾപ്പെടെയുള്ളത് പോലീസ് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ പോലും വലിയൊരു കലാപമുണ്ടായി. അവിടെ കലാപമുണ്ടായി ആഘോഷം എന്ന രീതിയിലേക്ക് മാറി. അത് വലിയ കലാപത്തിലേക്ക് നീങ്ങി. പലരും ഇഞ്ചോർഡായി, തമ്മിൽ തന്നെ അടിയായി, ബഹളമായി എന്ന് വേണം തന്നെ പറയാം. പോലീസ് നല്ല പാടുപെട്ടാണ് അവിടെ ആഭ്യന്തര സുരക്ഷമാക്കിയതെന്ന് വേണം തന്നെ പറയാം. പക്ഷേ വലിയ വിഭാഗം ആളുകൾ 780 പേരോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ സംഘർഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 219 പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്ക് ഈ മത്സരത്തിന് മുന്നേ തന്നെ ഏകദേശം 22,000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നതാണ്. കാരണം ഇങ്ങനൊരു ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് മുൻകൂട്ടി അറിഞ്ഞതാണ്. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ് അങ്ങനെ ഫുട്ബോളൊക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണ്. അവർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം അവർക്ക് ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടുന്നത്. അത് നിലനിർത്തുന്ന ഒരു സാഹചര്യം. അവർക്ക് ആർസണൽ ഈ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഫൈനലിലേക്ക് വരുന്നതും. ആ ആർസണലിനെ തോപ്പിച്ചുകൊണ്ട് PSG വരുമ്പോഴേക്കും അത് വലിയ ഇരട്ടി മധുരമായിട്ട് മാറുകയും ചെയ്തു. ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടുക, അത് PSG നിലനിർത്തുക എന്ന് പറയുമ്പോഴേക്കും അത് കൂടുതലായ ഭ്രാന്ത് ആളുകളിലേക്ക് സൃഷ്ടിച്ചു. അതാണ് ഈ തെരുവിലേക്ക് നീങ്ങിയത് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. ഏകദേശം 480 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, 450 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ആളുകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. കാരണം വലിയൊരു ആക്രമണമാണ് ഉണ്ടായത്. രാവിലെ തന്നെ ഉണ്ടായതാണ്. ഈ ഫയർ ക്രാക്കേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ തമ്മിൽ ആണ് ഇത് വെടിവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആയുധങ്ങൾ യൂസ് ചെയ്തിരുന്നതെന്നുള്ള വിഷ്വലിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിക് ബൈക്കുകളിലൊക്കെ എത്തിയ യുവാക്കളുടെ സംഘം പടക്കം പൊട്ടിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ വന്നിരുന്നു. ഇതൊക്കെയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അത് ഒരുപാട് നേരം നിൽക്കുകയും ചെയ്തിരുന്നു. പലരും ആക്രമണ കടകളിലേക്ക് നീങ്ങി. അതായത് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചില്ലുകൾ തകർക്കുക, കടകൾ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇത് ഭൂരിഭാഗം പേരും ഈ വിജയാഘോഷത്തിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും ഇത് പക്ഷേ അതിനിടയിൽ ചിലർ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് ലോറൻ ന്യൂനസിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവർ PSG ആരാധകരോ ഈ ഫുട്ബോൾ കാണാൻ വേണ്ടി വന്നവരോ ഒന്നുമല്ല. ഇവർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഈ പ്രശ്നക്കാരെ തടയാൻ പോലീസ് നിന്നിരുന്നെങ്കിൽ പോലും ശക്തമായ നടപടി ഈ ആക്രമിച്ച സംഘങ്ങൾക്ക് നേരെ ഉണ്ടാകും. അതിന് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായിട്ട് തന്നെ ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ നടപടിയിലേക്ക് തന്നെ നീങ്ങും എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വിജയം അതിൻ്റെ ആഘോഷം കെടുത്തുന്ന രീതിയിലേക്ക്, ഒരു തെരുവ് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. തീർച്ചയായും അതാണ് സംഭവിച്ചത്. ഫ്രാൻസിൽ അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമാണ്. പോലീസ് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും അക്രമം അരങ്ങേറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 750 ആളുകൾ അറസ്റ്റിലാണ്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. ഗുരുതരമാണ് പരിക്ക് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.